പ്രിയപ്പെട്ടവരെ, അനാവശ്യമായ ആകുലതകളും മുൻധാരണകളുമൊക്കെ മാറ്റിക്കൊണ്ട് ജീവിക്കുക എന്നതാണ് ഈ നോമ്പ് കാലത്ത് നമ്മളെ ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് മാറ്റുന്നത്. അത് നമ്മുടെ ജീവിതത്തെ ഒത്തിരി മനോഹരമാക്കി തീർക്കുന്നതിന് കാരണമാകും എന്നതിൽ സംശയമൊന്നുമില്ല. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ആകുലതകളൊക്കെ മാറ്റിവെക്കുക എന്നുള്ള ഒരു വലിയ ആശയം നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷനായി അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ആ സമാധാനം നമ്മളിലും ഉണ്ട്. അതിനായി നമ്മൾ ആവശ്യമില്ലാത്ത ആകുലതകളും മുൻധാരണകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുവാൻ പ്രയത്നിക്കണം എന്നുള്ളതാണ് ഈ നോമ്പിലെ നമ്മളെ ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് മാറ്റിവെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ നോമ്പ് ഓരോ ദിവസവും ഒരു പുതുക്കത്തിലൂടെ നമുക്ക് കൊണ്ടുപോകുവാൻ സാധിക്കട്ടെ. കർത്താവ് നൽകിയ സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അനുഭവിക്കുവാനായി അനാവശ്യമായ ആകുലതകളും മുൻധാരണകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുവാൻ നമുക്ക് ഈ നോമ്പ് കാലങ്ങളിൽ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വചനം പറയുന്നു, മുമ്പേ അവരുടെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധിയോട് അടുത്ത് ചെല്ലുവാൻ നമുക്കൊന്നും സാധിക്കില്ല. എന്നാലും നമ്മളെ വിശുദ്ധരാക്കി തീർക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. ഓരോ ദിവസവും നമ്മുടെ ജീവിതം ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിലായി അനാവശ്യമായ ആകുലതകളും മുൻധാരണകളും ഒക്കെ മാറ്റിക്കൊണ്ട് ക്രിസ്തീയമായ ജീവിതം നയിക്കുവാൻ നമുക്കിടയാകട്ടെ. ദൈവികമായ സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അനുഭവിക്കുവാൻ നമുക്കിടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.